ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ് ജോമെട്രി എന്ന് പറയുന്നത് അല്ലെ. എന്റെ മക്കൾക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഇത് പഠിച്ചിട്ട് അങ്ങ് ദഹിക്കാത്ത ഒരു പ്രശ്നമുണ്ട് അല്ലെ. ഈ ഒരു ചാപ്റ്റർ ഇതിലെ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ എളുപ്പമാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് എന്ത് ചെയ്യും, ഇത് മറന്നു പോവും. അതായത് ഒരു നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത പോലത്തെ ഒരു കൺസെപ്റ്റ് ആണ് ഈ യൂക്ലിഡ് ജോമെട്രിയിൽ വരുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇതിനെ പറ്റി എന്താണ് ആക്സിയംസ്, എന്താണ് പോസ്റ്റുലേറ്റ്സ്, ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് എന്നുള്ളതാണ് മിസ് ഇത് വെരി 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 സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. റെഡിയാണല്ലോ? ഏറ്റവും എളുപ്പമായിട്ട് എന്ത് ചെയ്യാം, എന്താണ് ആക്സിയംസ് എന്നും എന്താണ് പോസ്റ്റുലേറ്റ്സ് എന്നും നമുക്ക് അടിപൊളിയായിട്ട് നോക്കി വെക്കാം. റെഡി? അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരാളാണ്, അതായത് ആക്സിയംസിനെ കുറിച്ചും പോസ്റ്റുലേറ്റ്സിനെ കുറിച്ചും നിങ്ങൾ അറിയുന്നതിന് മുമ്പ് ഇത് ആരാണ് നമുക്ക് ഈ പണി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. ആ പണി തന്ന ആള് വേറെ ആരുമല്ല, നമ്മുടെ യൂക്ലിഡ് ആണ്. അതായത് നോക്കി, ഈ സമയം BC 365 BC 265, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് മോണ്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടാക്കിയ ഒരു കാലഘട്ടം അല്ലെ. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഈ ഒരു കാലഘട്ടത്തില് കുറെ ബിൽഡിങ്ങുകളും അല്ലാത്ത ഡ്രെയിനേജ് സിസ്റ്റം, അങ്ങനെ ഒരുപാട് സിസ്റ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടാക്കിയത് ഒരു പ്രോപ്പർ ജോമെട്രി യൂസ് ചെയ്തിട്ടല്ല. അതായത് അതൊക്കെ അന്നെന്താണ്, അവിടുത്തെ കാൽക്കുലേഷൻസും കാര്യങ്ങളും അന്നത്തെ ആൾക്കാരുടെ ബുദ്ധി, റോക്കറ്റ് എന്ന് പറയൂലെ, ആ ബുദ്ധി ഉപയോഗിച്ച് അവരുണ്ടാക്കിയ സാധനങ്ങളാണ്. അന്ന് അവർക്ക് ഈ ജോമെട്രി എന്താണെന്നോ, ഈ ജോമെട്രിയിലെ പോയിന്റ് എന്താണെന്നോ, ലൈൻ എന്താണെന്നോ, സർഫേസ് എന്താണെന്നോ, സോളിഡ് ഷേപ്പ് എന്താണെന്നോ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു. അവര് കുറെ എന്തൊക്കെയോ വെച്ച് കണ്ട് ഓരോ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നു. ഓക്കെ, അത് പൊളിയുമ്പോൾ അത് വേറെ രീതിയിൽ ഉണ്ടാക്കുന്നു. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ യൂക്ലിഡ് വന്നതിന് ശേഷം യൂക്ലിഡ് ഒരു ബുക്ക് ഇറക്കി. അതില് ഈ പോയിന്റുകളെ കുറിച്ചും ലൈനിനെ കുറിച്ചും സർഫേസിനെ കുറിച്ചും ഒക്കെ കറക്റ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തു കൊടുത്തു, ഡെഫിനിഷൻസ് കൊടുത്തു. ഈ പോയിന്റുകൾക്കും ലൈനിനും എല്ലാത്തിനും ഡെഫിനിഷൻസ് കൊടുത്തു. എ പോയിന്റ് ഈസ് ദാറ്റ് വിച്ച് ഹാസ് നോ പാർട്ട്. അതേപോലെ എ ലൈൻ ഈസ് എ ബ്രെത്ത്ലെസ് ലെങ്ത്. ഇങ്ങനെ പറഞ്ഞ് കുറെ ഡെഫിനിഷൻസ് കൊടുത്തു. ഈ ഡെഫിനിഷൻസ് കൊടുത്തപ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെഫിനിഷനിലുള്ള ആൾക്കാരെ തന്നെ അവർക്ക് അറിയില്ല. ഡെഫിനിഷനുള്ളിലുള്ള ആൾക്കാരെ പോലും എന്ത് ചെയ്യുന്നില്ല, അന്നത്തെ ആൾക്കാർക്ക് അറിയില്ല. ഇന്നത്തെ പോലെയല്ല. ഇന്ന് നമ്മൾ ഭയങ്കര ടെക്നോളജിക്കലി ഭയങ്കര സൂപ്പർ ആണ്. പിന്നെ നമ്മളുടെ ബുദ്ധി അടിപൊളിയാണ്. നമ്മൾ സൂപ്പർ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് എല്ലാം അറിയാം. പക്ഷെ അന്ന് എന്തായിരുന്നില്ല, ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവർക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അപ്പം നമ്മളുടെ യൂക്ലിഡിന് മനസ്സിലായി. എന്താ മനസ്സിലായത്? ഇതില് കുറച്ച് സാധനങ്ങൾ, അതായത് ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്, പാർട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പോയിന്റ് എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങള് എന്താണ്, ഈ പ്രോപ്പർട്ടീസ് ഒന്നും നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇന്നതാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. ചില അസംഷൻസ്, ഇപ്പം യൂക്ലിഡ് എന്ത് ചെയ്തു, ചില അസംഷൻസ് എടുത്തു. ഈ അസംഷൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, കുറച്ച് അസ്യൂം ചെയ്ത സാധനങ്ങൾ, അത് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റത്തില്ല. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതിനെ നമ്മളെ യൂക്ലിഡ് രണ്ട് കാറ്റഗറി ആക്കി തിരിച്ചു. ഒന്ന് മാത്സിന് മാത്രം ഉള്ളതും, ഒന്ന് എന്തിനാണ്, നമ്മുടെ ജോമെട്രിക്ക് മാത്രം ഉള്ളതും. മനസ്സിലായോ? അതായത് ഒരുപാട് അസംഷൻസ്, ഒരുപാട് സാധനങ്ങളുണ്ട്. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് അസംഷൻസ് ഉണ്ട്. കുറെ അസംഷൻസ്, നമ്മുടെ ഊഹങ്ങൾ എന്ന് പറയും അല്ലെ. അതായത് ഊഹങ്ങളല്ല, നമുക്ക് അതായത് നമുക്ക് അറിയുന്ന കുറെ കാര്യങ്ങൾ നമുക്കറിയാം ഇത് ഇങ്ങനെയാണ്. അതായത് നിങ്ങളോട് ചോദിക്കില്ല, നിന്റെ പേരെന്താ? അമൃത. അതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെയാ, എന്റെ പേര് അമൃതയാണ് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കുറെ അസംഷൻസ് പ്രൂവ് ചെയ്യാൻ പറ്റാത്തത്. ഇതിനെയാണ് എന്ത് ചെയ്തത്, യൂക്ലിഡ് രണ്ട് കാറ്റഗറി ആക്കി തിരിച്ചു. ഒന്ന് മാത്സിന് മാത്രം, അതായത് ഫുൾ എൻറ്റയർ മാത്സിന് മാത്രമായിട്ടുള്ളത്, ഫുൾ മാത്സ്, അതായത് ജിയോമെട്രി ആയിക്കോട്ടെ, ആൾജിബ്ര ആയിക്കോട്ടെ, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെ മാത്സിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാത്തിനും കൂടി ഉള്ള കുറച്ച് അസംഷൻസ്. പിന്നെ കുറച്ച് അസംഷൻസ് ആർക്ക് മാത്രമുള്ളത്, നമ്മുടെ ജിയോമെട്രിക്ക് മാത്രമായിട്ട് കുറച്ച് അസംഷൻസ്. ഇനി പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്ന് മിസ് പറഞ്ഞു. അത് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളൊരു വെയിങ് ബാലൻസ് എടുക്കുക. വെയിറ്റ് നോക്കുന്ന വെയിങ് ബാലൻസ് ഇല്ലേ, നമ്മുടെ അമ്പലത്തിലൊക്കെ ത്രാസില്ലേ, തുലാഭാരം നടത്തുന്ന സാധനം. അതില് രണ്ടിലും ഈക്വൽ ആയിട്ട് നമ്മൾ വെയിറ്റ് ഇട്ടു.
രണ്ട് പാത്രത്തിലും ഈക്വൽ ആയിട്ട് വെയിറ്റ് ഇട്ടു. അത് ബാലൻസ് ആയി നിൽക്കുമല്ലോ. ഇനി ഈ രണ്ട് ബാലൻസിലേക്കും ഈക്വൽ ആയി രണ്ട് സാധനങ്ങൾ നമ്മൾ ഇട്ടു വെച്ചു വിചാരിക്കാം. ഓൾറെഡി ഇത് ഈക്വൽ ആണ്. ആ രണ്ട് പാത്രത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരേപോലത്തെ ഒരേ വെയിറ്റിൽ രണ്ട് സാധനം വെച്ചു കൊടുക്കുകയാണ്. എന്തെങ്കിലും മാറ്റം വരുമോ? ആ ത്രാസ് ഇളക പോലും ഇല്ലാതെ അങ്ങനെ തന്നെ നിൽക്കും. ശരിയല്ലേ? അതായത് ഈക്വൽ ആഡഡ് ടു ഈക്വൽ, ഈക്വൽ ആയ സാധനങ്ങൾ ഈക്വലിലേക്ക് ആഡ് ചെയ്താൽ അതെന്താണ്? ചേഞ്ച് ഒന്നും വരത്തില്ല. ഇതെന്താണ്? നമ്മുടെ യൂക്ലിഡ് പറഞ്ഞ ഒരു ആക്സിയമാണ്. അപ്പൊ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം എന്താണ് ആക്സിയം, എന്താണ് പോസ്റ്റുലേറ്റ്. ആക്സിയംസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞ കുറെ അസംഷൻസ് ഉണ്ട്. എന്താ? പ്രൂവ് ചെയ്യാൻ പറ്റാത്ത കുറെ കാര്യങ്ങള് ത്രൂ ഔട്ട് മാത്തമാറ്റിക്സിന് മൊത്തം എല്ലാ മാത്തമാറ്റിക്സിനും കൂടി ചേർന്നിട്ടുള്ള അസംഷൻസിനെയാണ് ആക്സിയംസ് എന്നും, ജിയോമെട്രിക്ക് മാത്രം, ഇവിടെ നോക്കുക, ജിയോമെട്രിക്ക് മാത്രമായിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയാ? പോസ്റ്റുലേറ്റ്സ് എന്നും പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം കൂടെ കേട്ടു നോക്കുക. സൂപ്പർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. റെഡി? അപ്പൊ ഇതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ്, അതേമാതിരി ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും എന്റെ മക്കൾക്ക് കൺഫ്യൂഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കമന്റ് ചെയ്ത് ചോദിക്കുക. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് താഴെ പറയാം. അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ മിസ് ഉണ്ടാവും. അപ്പൊ സൂപ്പർ ആയിട്ട് പഠിക്കുക. അപ്പൊ ഈ കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അടുത്ത ദിവസം തന്നെ ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള ആക്സിയംസ് എന്താണ്, പോസ്റ്റുലേറ്റ്സ് എന്താന്നൊക്കെ പറഞ്ഞ് ഡീറ്റെയിൽഡ് ആയിട്ട് മിസ് വരാം. സോ ബൈ ബൈ എവ്രിവൺ.